ഞങ്ങളെല്ലാവരും കൂടെ കേശുട്ടൻ്റെ പിന്നാലെ തല കുത്തി മറിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. പുള്ളി ഒരു ഫോട്ടോയ്ക്കോ ഒരു വീഡിയോയ്ക്കോ പോസ് ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവസാനം കിട്ടി നമുക്കൊരു സ്റ്റാറ്റസ് ഇടാൻ. ആക്ച്വലി കേശു എൻ്റെ ഏട്ടൻ്റെ മകനാണ് കേട്ടോ. നോർമലി അവൻ്റെ എല്ലാ ബർത്ത്ഡേയും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിക്കാറ്. ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവൻ്റെ 5ാമത്തെ ബർത്ത്ഡേ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ ഒന്ന് ലഞ്ച് കഴിക്കാനും കൂടെ ഒരു ചെറിയ കേക്ക് കട്ടിങ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഉള്ളവരെല്ലാവരും ചേർന്ന് പരിപാടി എന്തായാലും അടിപൊളിയാക്കി. അതിൻ്റെ ഇടയിൽ അവർ 2-3 ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ. ആ ഒരു ആംബിയൻസ് മാച്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തുനിന്ന് ഒത്തിരി വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി നമ്മൾ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ജ്യോതിച്ചിൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് യാത്ര അയച്ചിട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യണം, എന്നിട്ട് പരിപാടി ഓണാക്കണം എന്നുള്ളതാണ്. ഇത് ഞാൻ ഇത്തവണ കേശുവിന് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റാണ്. വൈകുന്നേരം ആയപ്പോൾ നമ്മളെല്ലാവരും ഡ്രസ്സ് ചെയ്ത് ബീച്ചിലോട്ടൊക്കെ കണ്ട് ഇറങ്ങിട്ടോ. ബീച്ച് കണ്ടപ്പം ഞങ്ങളുടെ വൈബൊക്കെ കണ്ട് മാറി. ബിക്കോസ് നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ കേശുട്ടൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, എന്ത് പരിപാടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് വീട്ടിൽ നിന്ന് കഴിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ചിട്ടയാണ്. അത് അങ്ങനെ ആയേ പറ്റൂ എന്നുള്ള രീതി. അപ്പം അവിടെ നിന്നൊരു മാറ്റി ട്രാക്ക് മാറിയപ്പോൾ നമ്മളെല്ലാവരും ഓണായി. ആ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയായിരുന്നു കേട്ടോ. സോ നമ്മളെല്ലാവരും തീരുമാനിച്ചു ഇനി എന്തെങ്കിലും പരിപാടി വരുമ്പം ഇങ്ങനെ പുറത്ത് നാക്കണം എന്നുള്ള കാര്യം.